നമസ്കാരം. വിജയ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം തമിഴ്നാട്ടിൽ ഉടലെടുക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റിൽ കുറച്ചു കാലം നിന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഉടനെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ പോകണം എന്നൊരു തോന്നൽ വരിക സ്വാഭാവികമാണ്. മമതാ ബാനർജി ദേശീയ രാഷ്ട്രീയത്തിൽ പോകാൻ ശ്രമിച്ചു. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ ആവുമെന്നറിയില്ല. കാര്യം കൽക്കട്ട തന്നെ കയ്യിൽ നിന്ന് പോയി, പശ്ചിമ ബംഗാൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡൽഹി പിടിക്കുക എന്നറിയില്ല. അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ ഡൽഹി സ്റ്റേറ്റ് പിടിച്ചതിന് ശേഷം കേന്ദ്രം പിടിക്കുക എന്നുള്ള നിലയിൽ ഹരിയാനയിലും പഞ്ചാബിലും പല സ്ഥലങ്ങളിലും പല യൂണിറ്റുകൾ ഉണ്ടാക്കുകയും വലിയ ബഹളം ഉണ്ടാക്കി. പക്ഷേ പഞ്ചാബിൽ അതിന് ഗുണം കിട്ടുകയും ചെയ്തു. അവർക്ക് ബി.ജെ.പിയും കോൺഗ്രസിനെയും അട്ടിമറിച്ചുകൊണ്ട് AIPക്ക്, ആം ആദ്മി പാർട്ടിക്ക് വരാനും കഴിഞ്ഞു. വലിയ ഹൈപ്പ് ഉണ്ടാക്കി അവർ ഡൽഹി പിടിക്കുമെന്ന്. എന്നാൽ ആ ഡൽഹി സ്റ്റേറ്റ് തന്നെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അവർക്ക് BJP കൊണ്ടുപോയി. ഇപ്പോഴാ മൂന്നാമത് സ്റ്റാലിൻ ഡൽഹി പിടിക്കാനായിട്ട് വലിയ ബഹളമൊക്കെ നടത്തിയെങ്കിലും സ്റ്റാലിനും അത് നടന്നില്ല. ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നിന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ ഡൽഹി പിടിക്കണം എന്നുള്ള നിലയിൽ വലിയ ബഹളം നടത്തിയെങ്കിലും അത് നടന്നില്ല. അഖിലേഷ് യാദവ് ഡൽഹി പിടിക്കാനുള്ള ശ്രമം നടത്തി, അത് നടന്നില്ല. അതുപോലെ തന്നെ മുലയം സിംഗ് യാദവ് നേരത്തെ ഒരു ശ്രമം നടത്തി, അത് നടന്നില്ല. ലല്ലു പ്രസാദ് യാദവ് നേരത്തെ ശ്രമിച്ചിരുന്നു, അത് നടന്നില്ല. നിതീഷ് കുമാർ ഡൽഹി പിടിക്കണം എന്ന്, അതായത് ഓരോ ലോക്കൽ പാർട്ടികളും, പ്രാദേശിക പാർട്ടികളും, റീജിയണൽ പാർട്ടികളും ആദ്യത്തെ സ്റ്റേറ്റ് അവർ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡൽഹി പിടിക്കണം എന്നൊരു ചിന്തയാണ് അവരുടെ കിടക്കുന്നത്. ഇപ്പോൾ വിജയ് ഡൽഹി പിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, വിജയിയോട് താല്പര്യമുള്ള കേരളത്തിൽ പോലും പാലക്കാട് ഭാഗത്ത് മാത്രം വിജയ് ഫാൻസ് ഉണ്ടായതല്ലാതെ ഒരു സ്ഥലത്തും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോലും ഫാൻസ് ഉണ്ടാകാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ പോലും പാർട്ടി ഘടകങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത വിജയ്ക്ക് എങ്ങനെയാണ് നാഷണൽ ലെവലിൽ ഇതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കൃത്യമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. പക്ഷെ വിജയിയുടെ ഇപ്പോഴത്തെ ചിന്തകളും പോക്കുകളുമൊക്കെ ഒരു BJP അലയൻസിലേക്ക് പോയാലും അത്ഭുതമില്ല. കാരണം ഇന്നലെ ഒരു കാര്യം വിജയ് ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ചെന്നിട്ട് അമിത്ഷായെ കണ്ടതിന് ശേഷം ഇതുണ്ടല്ലോ, മണ്ഡല പുനർനിർണയത്തിൽ ഒരു നിലപാടെടുക്കാം എന്നൊരു സംസാരിച്ചിട്ടുണ്ട്. ആനുപാതികമായി ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നൊരടി ഇന്നലെ അടിച്ചിട്ടുണ്ട് അത് അമിത്ഷായുമായിട്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിജയിയുടെ ഡൽഹി രാഷ്ട്രീയ പ്രവേശമാണോ, അത് BJP വഴി ആദ്യം പോകുമോ, അതോ രാഹുൽ ഗാന്ധിയുടെ മുന്നണിയിൽ നിലനിൽക്കുമോ? BJP വഴി പോയാൽ പക്ഷേ ഒരു പ്രശ്നം, സ്റ്റേറ്റിൽ ഭരണം പോകും. കാരണം CPM-ഉം CPI-യും കോൺഗ്രസും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. അതുകൊണ്ട് അതിന് സാധ്യതയില്ല. പക്ഷേ ഡൽഹിയിൽ BJP-യുടെ ബാനറിൽ പോകാതെ തിരിച്ച് ഇപ്പുറത്തുള്ള ബാനറിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. എന്തായാലും വിജയ് തമിഴ്നാട് വിട്ട് ഡൽഹി രാഷ്ട്രീയം കൂടി സസൂക്ഷ്മം വിലയിരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന പുതിയ